ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ പിങ്കി കൂടുതൽ അറിവുകൾ ഇന്ദീവരത്തിൽ നിന്നും അറിയുന്നു. ഇന്ദീവരത്തിലെ സ്വത്തുവകകളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞ് സായുജ്യമടഞ്ഞ് അങ്ങനെ ഇരിക്കുക. ഇപ്പോൾ എസ്റ്റേറ്റിൻ്റെ കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എസ്റ്റേറ്റ് മുതലാളിയാണെന്നൊക്കെ പറയാനൊരു ഭയങ്കര ഒരു സന്തോഷം പിങ്കിക്ക്. പിങ്കി ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും അരുന്ധതിയിൽ നിന്ന് ചോദിച്ചറിയുകയും ചെയ്യുന്നു. അരുന്ധതി ആണെങ്കിൽ വള്ളി പുള്ളി തെറ്റാതെ ഇതൊക്കെ പിങ്കിക്കും പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ വാവച്ചൻ എന്ന് പറയുന്ന ഒരു ആളെ ഇപ്പോൾ എസ്റ്റേറ്റ് നോക്കാനായിട്ട് വാച്ചറായിട്ട് വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ അയാൾ തരുന്ന ആ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ അറിയത്തുള്ളൂ. അതുപോലെ അയാളാണ് ഇപ്പോൾ നമ്മുടെ എസ്റ്റേറ്റ് നോക്കി നടത്തുന്നത്. ആ എസ്റ്റേറ്റിലെ കാര്യങ്ങൾ അയാൾക്കാണ് കൂടുതൽ അറിയാവുന്നത്. തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവിടുത്തെ സംഭവങ്ങളെല്ലാം അരുന്ധതി പറയുക. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം പിങ്കിക്ക് ശരിക്കും ഒരു കൗതുകം. എന്തായാലും എനിക്ക് ആ ഒരു സ്ഥലം വരെ ഒരു ദിവസം പോകണം വല്യമ്മ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ, അതിനെന്തിനാ മോളങ്ങോട്ട് പോണത്? ഇവിടെ ആർക്കും വേണ്ട ആ സ്ഥലം, പിന്നെ മോളായിട്ട് എന്തിനാ അതിനെ തന്നെ ഇങ്ങനെ നോക്കുന്നതെന്നൊക്കെ ചോദിച്ചു. അല്ല, നമ്മുടെ കുടുംബത്തിൽ ഇത്രയും വലിയൊരു സ്വത്തുണ്ടായിട്ട് അത് കാണാതെ പോകരുതല്ലോ, അതുകൊണ്ടാണ് ഒരു ദിവസം എനിക്കൊന്ന് പോകണം. നമ്മുടെ എസ്റ്റേറ്റും പിന്നെ ആ നോക്കുന്ന വാവച്ചനെന്ന് പറയുന്ന ചേട്ടനെ എല്ലാവരെയും ഒന്ന് കാണണം എന്നൊക്കെ ഇങ്ങനെ പിങ്കി പറഞ്ഞു. അതിനിപ്പോൾ എന്താ, മോക്ക് പോകേണ്ട ദിവസം പറഞ്ഞാൽ മതിയെന്നും പറഞ്ഞ് അങ്ങനെ നമ്മുടെ വല്യമ്മ പറയുക. അതും പറഞ്ഞ് പിങ്കി അങ്ങ് എഴുന്നേറ്റ് പോയി. പിന്നെ അരുന്ധതി അവിടെ ഇരുന്ന് ഏതാണ്ട് ലാപ്ടോപ്പിൽ നോക്കുകയോ ആലോചിക്കലോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഇങ്ങനെ. അത് കഴിഞ്ഞ് കുറച്ചങ്ങ് കഴിഞ്ഞപ്പോഴത്തേക്കും റൂമിലേക്ക് പോയ പിങ്കി അവിടെ നിന്ന് തിരിച്ചു വരുന്നു. അതും ഈ അരുന്ധതിയുടെ പിന്നിലൂടെയാണ് വരുന്നത്. അരുന്ധതിയുടെ പിന്നിലൂടെ വന്നിട്ട് മൊത്തത്തോടെ ഒറ്റയടിക്ക് വിഴുങ്ങുകയാണ്. അതായത് അരുന്ധതി എല്ലാം കൂടി മൊത്തത്തിൽ ഒറ്റയ്ക്ക് വിഴുങ്ങുകയാണ് എന്നുള്ളൊരിതിൽ ഇങ്ങനെ അരുന്ധതിയെ തന്നെ പിന്നിൽ നിന്ന് നോക്കിക്കൊണ്ട് നിൽക്കുക നമ്മുടെ പിങ്കി. ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ലെന്നാണ് വിചാരം. എല്ലാം ഒറ്റയ്ക്കങ്ങ് വിഴുങ്ങിയിട്ട് സുഭിക്ഷമായിട്ട് അങ്ങ് കഴിയുകയാണ് എന്നൊക്കെ. അപ്പം മറ്റുള്ളവരാരും അതിലേക്ക് തലയിടാൻ പോകുന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെ പിങ്കി അവിടെ നിന്ന് ചിന്തിക്കുന്നു. അങ്ങനെ അരുന്ധതിയും പിങ്കിയും തമ്മിലുള്ള സംസാരം കഴിഞ്ഞു. ഈ നോട്ടവും കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞു. അതങ്ങ് കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീടെന്നുണ്ടെങ്കിൽ കാണിക്കുന്നത് അതെ നമ്മുടെ ചിഞ്ചുമോളുടെ ആ ഒരു അവകാശിയെ പറ്റിയുള്ള കാര്യങ്ങൾ അന്വേഷിച്ചും കണ്ടും അങ്ങനെ നമ്മുടെ ഗൗതം ഒരു അന്വേഷണ ഘട്ടത്തിലൂടെ തന്നെ കടന്നു പോവുകയാണല്ലോ. ആ സമയത്ത് അവിടെ ഗൗതം ചോദിച്ചു കഴിഞ്ഞപ്പോൾ മാധുരി പറഞ്ഞത് ചിഞ്ചുമോള് ഇവരുടെ ആരുമല്ല, വസന്തിൻ്റെ ആരുമല്ല എന്ന് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ യഥാർത്ഥ അവകാശികൾക്ക് കുഞ്ഞിനെ തിരിച്ചു കൊടുക്കണം എന്നുള്ള കാര്യം ഗൗതവും ഒക്കെ പറഞ്ഞിരുന്നു. അല്ലെങ്കിൽ അതിനെ വല്ലാത്തൊരു നടപടി സ്വീകരിക്കേണ്ടി വരും, അതിനെ നിങ്ങൾ നേരിടേണ്ടി വരും, ഇതൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ ഇത്രയും ദിവസമായിട്ടും ഇവരുടെ ഭാഗത്തു നിന്ന് ഒരു പുരോഗമനവും ഉണ്ടായിട്ടില്ല. കുഞ്ഞിനെ കൊടുക്കുന്ന കാര്യത്തിൽ എന്താണ് ഇവരുടെ തീരുമാനം എന്ന് പോലും ഇവർ പറഞ്ഞിട്ടില്ല. അതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റില്ലാത്തതുകൊണ്ട് ഗൗതത്തിന് കേസ് അന്വേഷിച്ച് അത് അവസാനിപ്പിക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഗൗതം നമ്മുടെ വസന്തിൻ്റെ വീട്ടിലേക്ക് വരിക. അപ്പോൾ വസന്ത് അവിടെ കുറേ നാളായിട്ടുണ്ടായിരുന്നില്ല. മകളുടെ ചികിത്സയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവിടെ നിന്ന് മാറി നിൽക്കുകയായിരുന്നു ചിഞ്ചുമോളുമായിട്ട്. എന്തായാലും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മടങ്ങിയെത്തി. വസന്ത് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവർ വസന്തിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നത്. അവിടെ ചെന്ന് കോളിംഗ് ബെൽ അടിച്ചപ്പോഴേക്കും ആദ്യം മാധുരി ഇറങ്ങി വന്നപ്പോൾ ഇവരെ കണ്ടു. മാധുരിയുടെ മുഖത്ത് ആ പഴയ ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. അത് കഴിഞ്ഞപ്പോഴേക്കും അവിടെ നിന്ന് പിറകിലൂടെ നമ്മുടെ വസന്ത് ഇറങ്ങി വരുന്നു. വസന്തിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഗൗതം ഇങ്ങനെ നോക്കും. അപ്പോൾ മാധുരിയോട് ചോദിച്ചു, നിങ്ങളെന്താണ് ഒരു കാര്യത്തിന് തീരുമാനമില്ലാതെ മുന്നോട്ട് പോകുന്നത്? നിങ്ങളോട് കാര്യങ്ങളെല്ലാം ചോദിച്ചിരുന്നതല്ലേ, നിങ്ങൾ പിന്നെ എന്താണ് ഒന്നും പറയാത്തത്? തുടങ്ങിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചിരുന്നു. അപ്പോഴാണ് വസന്ത് ഇറങ്ങി വരുന്നത്. വസന്ത് ഇറങ്ങി വന്നപ്പോൾ ഇവർ ഇവിടെ ഉണ്ടായിരുന്നോ, ഇത്രയും നാൾ നിങ്ങൾ എവിടെയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പം ഞാൻ ചില ആവശ്യങ്ങളൊക്കെ ആയിട്ട് പോയിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ സമയം നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കൈവിട്ട് പോകുമെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്തായാലും കുഴപ്പമില്ല, നിങ്ങൾ വന്നപ്പോഴേക്കും കാര്യങ്ങളെല്ലാം നിങ്ങളുടെ അറിവോടുകൂടി ചെയ്യാനായിട്ട് കഴിയുമല്ലോ, അത് തന്നെ വലിയ ഭാഗ്യം, അത് തന്നെ വലിയ കാര്യം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ട് ഇങ്ങനെ വസന്ത് നിൽക്കുവാണ്. അപ്പോൾ സാർ എന്തിനാണ് വന്നതെന്ന് ഇങ്ങനെ ചോദിച്ചപ്പം ഞാൻ ചിഞ്ചുമോളുടെ കാര്യത്തെപ്പറ്റി പറയാനായിട്ടാണ് വന്നത്. ചിഞ്ചുമോളുടെ എന്ത് കാര്യം സാറിന് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ നിങ്ങളെന്താ ഞങ്ങളെ കളിയാക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത്? ചിഞ്ചുമോളെ അവളുടെ യഥാർത്ഥ അവകാശികൾക്ക് വിട്ടുകൊടുക്കണം എന്നുള്ള കാര്യം നിങ്ങൾക്കെന്താ അറിയില്ലേ എന്ന് ചോദിച്ചു. അത് ഇങ്ങനെ നീട്ടി വയ്ക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു.
ചിഞ്ചുമോളുടെ യഥാർത്ഥ അവകാശികൾക്ക് നിങ്ങൾ കുഞ്ഞിനെ വിട്ടുകൊടുത്തേ പറ്റൂ എന്ന് പറയുമ്പോൾ ഒരിക്കലും സാധ്യമാവില്ല എന്ന് പറഞ്ഞു. അതെവിടുത്തെ ന്യായമാണ് നിങ്ങൾ ഈ പറയുന്നത്? അങ്ങനെ കുഞ്ഞിനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നതിന് കോടതിയിൽ നിങ്ങൾ എന്ത് ന്യായം പറയും എന്ന് ഗൗതം ചോദിച്ചപ്പോഴേക്കും അതിന് എനിക്ക് വ്യക്തമായ കാരണമുണ്ട് എന്ന് നമ്മുടെ വസന്ത് പറയാം. എന്ത് കാരണമാണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ പ്രിയ പ്രസവിച്ച തൻ്റെ കുഞ്ഞാണ്, അതായത് ചിഞ്ചുമോൾ എൻ്റെ സ്വന്തം മോളാണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴത്തേക്കും ഗൗതം ഇങ്ങനെ നോക്കുക. പ്രിയ പ്രസവിച്ച എൻ്റെ സ്വന്തം കുഞ്ഞാണ് ചിഞ്ചുമോളെന്നും നിങ്ങൾക്ക് വേണമെങ്കിൽ DNA ടെസ്റ്റിന് നോക്കാം, അതിന് ഞാൻ തയ്യാറാണെന്നും വസന്ത് ഗൗതത്തിനോട് പറയുക. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ വസന്തിൻ്റെ സംസാരം ഒട്ടും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല നമ്മുടെ ഗൗതത്തിന്. നിങ്ങൾ വെറുതെ കള്ളം പറയരുത്, കഥ നിങ്ങൾ വളച്ചൊടിക്കുകയാണ് തുടങ്ങിയ രീതിയിലൊക്കെ ഗൗതം സംസാരിച്ചു. എനിക്കങ്ങനെ കഥ വളച്ചൊടിക്കേണ്ട അല്ലെങ്കിൽ കാര്യം വളച്ചൊടിക്കേണ്ടതായ കാര്യമൊന്നുമില്ല. എൻ്റെ സ്വന്തം കുഞ്ഞാണ് എൻ്റെ ചിഞ്ചുമോൾ. ആ ചിഞ്ചുമോളെ ഞാൻ ആർക്കാണ് വിട്ടു കൊടുക്കേണ്ടത് എന്നിങ്ങനെ ചോദിക്കുക. അപ്പോൾ അങ്ങനെ ആർക്ക് വിട്ടു കൊടുക്കണം എന്നുള്ള കാര്യം ചോദിച്ചപ്പോൾ പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു, ഈ കഥയും കാര്യങ്ങളൊക്കെ എങ്ങനെ വന്നു, ചിഞ്ചുമോൾക്ക് മറ്റൊരവകാശി എങ്ങനെ വന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചു. അതൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അരുന്ധതി എന്ന് പറയുന്ന കാണ്ടാമൃഗത്തിൻ്റെ മനുഷ്യമൃഗത്തിൻ്റെ യഥാർത്ഥ സ്വരൂപം നമ്മുടെ വസന്ത് തന്നെ പുറത്തു കൊണ്ടുവരുവാണ് ഗൗതത്തിൻ്റെ മുന്നിൽ. ഈ പറയുന്ന ചിഞ്ചുമോളും അതുപോലെ ആ മെൻ്റൽ പേഷ്യൻ്റായ പെൺകുട്ടി പ്രസവിച്ച കുഞ്ഞും പ്രസവിച്ചത് ഒരു ദിവസമാണ്. ആ സമയം ആ പെൺകുട്ടിയുടെ കുഞ്ഞു മരിച്ചുപോയി. നമ്മുടെ ചിഞ്ചുമോളെ അവർക്ക് ഈ അരുന്ധതി എടുത്ത് കൊടുക്കുകയാണ് ചെയ്തത്. കാരണം ചിഞ്ചുമോള് പ്രിയയുടെ കുഞ്ഞായിട്ട് വളരാൻ പാടില്ല. അപ്പോൾ ഈ കുഞ്ഞിനെ എടുത്ത് ആ മെൻ്റൽ പേഷ്യൻ്റായ പെൺകുട്ടിക്കും കൊടുത്തു, മരിച്ചുപോയ മെൻ്റൽ പേഷ്യൻ്റ് കുഞ്ഞിനെ പ്രിയയ്ക്കും കൊടുത്തു. എന്നിട്ട് പ്രിയയുടെ കുഞ്ഞ് മരിച്ചുപോയി എന്നും പറഞ്ഞ് ആ കുഞ്ഞിനെ എടുത്ത് പെട്ടെന്ന് തന്നെ മറവ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ എല്ലാവരും നോക്കുമ്പോൾ ശരിയാണ്, മരിച്ചുപോയ കുഞ്ഞിനെ എടുത്ത് മറവ് ചെയ്തു. അരുന്ധതിയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. അപ്പം അന്ന് സംഭവിച്ച കഥകളെല്ലാം നമ്മുടെ വസന്ത് ഈ പറയുന്ന ഗൗതത്തിനോട് പറയുക. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗൗതം ഞെട്ടിപ്പോയി. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു മറുപടിയും അല്ലെങ്കിൽ തെളിവുകളും ഒക്കെയാണ് വസന്ത് വെച്ച് നീട്ടിയത്. അപ്പോൾ അതൊരിക്കലും അംഗീകരിക്കാനായിട്ട് കഴിയാതെ നമ്മുടെ ഗൗതം ഇങ്ങനെ ഒരു നേരത്തേക്ക് സ്തംഭിച്ച് നിന്ന് പോയപ്പോൾ എന്താ സ്വന്തം കുടുംബത്തിലുള്ളവരെ തന്നെ ദ്രോഹിക്കാൻ കഴിയുന്നില്ലല്ലേ എന്ന് ചോദിച്ചു. സ്വന്തം ചേച്ചിയുടെ കുഞ്ഞിനെ മറ്റാർക്കെങ്കിലും വിട്ടുകൊടുക്കാൻ സാറിന് ഇനി കഴിയുമെങ്കിൽ സാറിന് വിട്ടുകൊടുത്തോളാൻ പറഞ്ഞു. അവിടെ നിന്ന് നമ്മുടെ ഗൗതം കൂടുതൽ കാര്യങ്ങളൊന്നും സംസാരിച്ചില്ല, അങ്ങ് പോരുന്നു. കാരണം ഗൗതത്തിന് പിന്നെ അവിടെ നിന്ന് സംസാരിക്കാൻ കഴിഞ്ഞില്ല. എന്ത് സംസാരിക്കും, എന്ത് കാര്യം പറയും, ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയായി പോയില്ലേ. അങ്ങനെ നമ്മുടെ ഗൗതം അവിടെ നിന്നിങ്ങ് പോരും കേട്ടോ. ഗൗതം അവിടെ നിന്ന് ഇങ്ങ് പോന്നു. അപ്പോൾ മാധുരി ചോദിച്ചു, അതൊക്കെ പറയണമായിരുന്നു ഏട്ടാന്ന് ചോദിച്ചപ്പം അത് പറയേണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞിരുന്നു. ഇനിയും പറയാതിരുന്നാൽ എനിക്ക് എൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെടും. എൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുത്തി കളയാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല, അല്ലെങ്കിൽ ഞാൻ അനുവദിക്കില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഗൗതം ആകെ തകർന്നു പോയി. ഇതിനുശേഷം ഗൗതം നേരെ വീട്ടിലേക്ക് ചെല്ലുന്നു. അപ്പോൾ അരുന്ധതി വല്യമ്മ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ വല്യമ്മ ഇരുന്നിട്ട്, ആ മോനെ ഗൗതം നീ വന്നോ, നീ എവിടെയായിരുന്നു, എന്തായിരുന്നു എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ കുറേ ദിവസമായിട്ട് ഞാനൊരു കേസന്വേഷണമായിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു വല്യമ്മേ. എന്നിട്ട് കേസന്വേഷണത്തിന് എന്തെങ്കിലും ഫലം കണ്ടോ മോനെ എന്ന് ചോദിച്ചപ്പോൾ കേസന്വേഷണത്തിന് ഫലമൊക്കെ കണ്ടു. അതൊരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ കേസാണ്. കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകുന്നത്? ഏത് കുഞ്ഞിനെ? അതൊക്കെ ഒരു കുഞ്ഞാണ്. ആ കുഞ്ഞിൻ്റെ യഥാർത്ഥ അവകാശികളിൽ നിന്ന് ആ കുഞ്ഞിനെ പറിച്ചെടുത്ത് മറ്റൊരാൾക്ക് കൊടുത്ത് ആ കുഞ്ഞിനെ അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം നിഷേധിക്കപ്പെട്ടു. മാത്രമല്ല ഒരുപാട് കഥ പറയാനുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കഥയൊക്കെ എങ്ങനെ അങ്ങ് പറയുക. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അരുന്ധതിയുടെ ഭാവമാറ്റങ്ങൾ നമ്മുടെ ഗൗതം ശ്രദ്ധിക്കുന്നുണ്ട്. ഇവരെങ്ങനെയാണ് പ്രതികരിക്കുന്നത്, ഇവരുടെ മുഖം എങ്ങോട്ട് പോകണു, ഏത് രീതിയിൽ ചലിക്കുന്നു എന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഗൗതം ഈ കഥയൊക്കെ പറയുന്നത് കേട്ടപ്പോൾ അരുന്ധതിയുടെ ഭാവങ്ങൾ ഇങ്ങനെ മാറി മാറി വരുന്നു. അത് കണ്ടപ്പോൾ തന്നെ ഗൗതത്തിന് കാര്യം മനസ്സിലായി, വസന്ത് പറഞ്ഞതിൽ സത്യമുണ്ടെന്ന്. ഇതും പറഞ്ഞു, ഞാൻ ഫ്രഷ് ആവട്ടെ വല്യമ്മേ എന്നും പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോയി. വല്യമ്മ അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗൗതം വല്യമ്മയെ നോക്കുക. അങ്ങനെ വല്യമ്മ അവിടെ ഇരുന്ന് ഇങ്ങനെ ആകെ ശ്വാസം മുട്ടും നമ്മുടെ ഗൗതം കാണുന്നു. ഗൗതം എന്നിട്ട് അത് മൈൻഡ് ചെയ്യാതെ അകത്തേക്ക് കയറി പോവുകയും ചെയ്തു. വല്യമ്മയ്ക്കാണെങ്കിൽ ഇരുന്നിട്ട് ഇരിപ്പുറയ്ക്കണില്ല, കാരണം ഗൗതം സത്യത്തിൻ്റെ അടുത്ത് വരെ എത്തി എന്ന് മനസ്സിലായിട്ട്. അങ്ങനെ ഗൗതം അകത്തേക്ക് കയറി ചെന്നപ്പോൾ നമ്മുടെ നന്ദയും അതുപോലെ തന്നെ പ്രിയയും കൂടി അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വസന്ത് മടങ്ങിയെത്തിയ കാര്യം നമ്മുടെ പ്രിയയോട് ഗൗതം പറഞ്ഞു. അപ്പോൾ അയാൾ മടങ്ങിയെത്തിയെന്നോർത്ത് എനിക്ക് എന്താണെന്ന് ചോദിച്ചപ്പോൾ ചേച്ചിക്കൊന്നുമില്ല, പ്രിയച്ചിക്കൊന്നുമില്ലെന്ന് എനിക്കറിയാം, എന്നാലും
ഞാൻ വെറുതെ പറഞ്ഞെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. ആ കുഞ്ഞിൻ്റെ കാര്യം എന്തായി? ആ കുഞ്ഞിനെ അതിൻ്റെ യഥാർത്ഥ അവകാശികൾക്ക് വിട്ടുകൊടുത്തോ എന്ന് ചോദിച്ചപ്പം ഇല്ല, ഇതുവരെ കൊടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല, അദ്ദേഹം കൊടുക്കുന്നില്ലെന്നാണ് പറയുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ അയാൾക്കിത് എന്തിൻ്റെ അസുഖമാണ്? ആ കുഞ്ഞിനെ തിരിച്ചു കൊടുക്കല്ലേ വേണ്ടത്? എന്നായാലും ആ കുഞ്ഞിനെ അതിൻ്റെ യഥാർത്ഥ അവകാശികൾക്ക് മടക്കി കൊടുക്കേണ്ടി വരും. അതിനുശേഷം എന്താകുമെന്ന് അയാൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ പ്രിയ അവിടെ നിന്ന് ചോദിക്കുമ്പോൾ, പ്രിയേച്ചി, ആ കുഞ്ഞിനെ ഇനി ഒരിക്കലും വസന്തേട്ടൻ മറ്റാർക്കും വിട്ടു കൊടുക്കില്ല. കാരണം ആ കുഞ്ഞിൻ്റെ അവകാശം മൊത്തമായി വസന്തേട്ടൻ തന്നെ നേടിയെടുത്തു എന്നുള്ള കാര്യം പറഞ്ഞു. അത് കേട്ടപ്പോൾ നന്ദയ്ക്ക് ഭയങ്കര സന്തോഷമായി. നന്ദ ഇങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ പ്രിയ ഇങ്ങനെ അന്താളിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ ചേർന്നാണ് ഇന്നത്തെ നമ്മുടെ കഥ വരുന്നത്. എന്തായാലും ഇനി അധിക നാൾ താമസമില്ല താൻ പ്രസവിച്ച തൻ്റെ കുഞ്ഞാണ് ചിഞ്ചുമോളെന്ന് പ്രിയയെ അറിയാനായിട്ട്. അവിടെ തീർന്നു വല്യമ്മ എന്ന പദവിയും അമ്മ എന്ന പദവിയും ഒക്കെ. അപ്പോൾ അങ്ങനെ സൂപ്പർ ഹിറ്റ് കഥയുമായിട്ട് കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.